Hallelujah. Blessed be the name of Jesus. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം തന്നെ പരിചയപ്പെടുത്തിയാണ്. അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവനെ പരിചയപ്പെടുത്തിയത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായിട്ടാണ്. അതിന് മുമ്പ് ജീവിച്ചിരുന്ന 3 നല്ല വ്യക്തികളെ കുറിച്ച് നമ്മൾ കേട്ടു. ആബേല് നല്ലൊരു ബലിയർപ്പിച്ചു. ഈനോക്ക് ദൈവത്തോട് കൂടി നടന്നു, അവൻ നീതിമാനായിരുന്നു. നോഹ ദൈവത്തോട് കൂടി നടന്നു, he was a preacher of righteousness. എന്നാൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അവൻ നോഹയുടെ പേരോ ഈനോക്കിന്റെ പേരോ ആബേലിന്റെ പേരോ എടുത്തല്ല പരിചയപ്പെടുത്തിയത്. അവൻ സ്വന്തമായിട്ട് അവനെ പരിചയപ്പെടുത്തുവാനായിട്ട് ഒരു മനുഷ്യ വ്യക്തിയുടെ പേരെടുത്തത് തന്നെ വലിയ അത്ഭുതം. എന്തിനെന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു മനുഷ്യ വ്യക്തിയുടെ പേരെടുത്ത് സ്വന്തമായിട്ട് ദൈവം തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ആബേലിനെയോ ഈനോക്കിനെയോ നോഹായോ അല്ല അവൻ ചൂസ് ചെയ്തത്. ദൈവം പറഞ്ഞത്, ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമാണ്. എന്തുകൊണ്ട് എന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്താണ് ഈ അബ്രാഹത്തിന് ഇത്ര വലിയ പ്രത്യേകത? നമ്മൾ അബ്രാഹത്തെ കുറിച്ച് വചനത്തിലൂടെ ഒന്ന് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആബേല് ദൈവത്തെ പ്രസാദിപ്പിച്ചു, സ്വീകാര്യമായ ബലി അർപ്പിച്ചവന്, ദൈവത്തെ ആരാധിച്ചിരുന്നവന്. ഈനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചവനാണ്, ദൈവത്തോട് കൂടി നടന്നവനാണ്. നോഹ ദൈവത്തെ പ്രസാദിപ്പിച്ചവനാണ്, ദൈവത്തോടു കൂടി നടന്നവനാണ്. ഇവര് 3 പേരും ദൈവത്തെ ആരാധിച്ചവനാണ്, സത്യദൈവത്തെ ആരാധിച്ച ഈ 3 വ്യക്തികൾ. എന്നാൽ അബ്രാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അബ്രഹാം ദൈവത്തെ ആരാധിച്ചിട്ടില്ല. അബ്രഹാം സത്യദൈവത്തെ ആരാധിച്ചിട്ടില്ല. ജോഷുവയുടെ 24-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചാൽ കാണാം, അബ്രഹാം ഏത് കുടുംബത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അവൻ്റെ പിതാവും അവൻ്റെ പിതാവിൻ്റെ പിതാവും അങ്ങനെ അവൻ്റെ പൂർവ്വപിതാക്കന്മാരും എല്ലാം തലമുറകളായിട്ട് അന്യദൈവന്മാരെ ആരാധിച്ചവരാ. സത്യദൈവത്തെ ആരാധിച്ചതല്ല, അന്യദൈവന്മാരെ ആരാധിച്ചവരാ. ആ സ്ഥലത്തിന്റെ പേര് തന്നെ മെസൊപ്പൊട്ടേമിയ എന്നാണ്, അല്ലെങ്കിൽ ഊർ എന്ന് പറയും. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇറാഖാണത്. അബ്രാഹത്തിന് തന്നെക്കുറിച്ച് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാനുള്ള യാതൊന്നുമില്ല. വചനത്തിന് വിരുദ്ധമായതാണ് അബ്രാഹാം ചെയ്തുകൊണ്ടിരുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അബ്രാഹവും അവന്റെ പൂർവ്വപിതാക്കന്മാരും തലമുറയായിട്ട് ചെയ്തു പോകുന്നത്. He belongs to a family who has never worshipped the one true God, the Almighty God who has created the heavens and the earth. അബ്രാഹവും അവന്റെ പൂർവ്വപിതാക്കന്മാരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഥാർത്ഥ ദൈവത്തെ അല്ല ആരാധിച്ചിരിക്കുന്നത്. അവന് അഭിമാനിക്കാൻ ഒന്നുമില്ല. ഞാൻ ഇന്നത് ചെയ്തതുകൊണ്ടാണ് ദൈവം എന്നെ ഇത്രമാത്രം ഉയർത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാണെന്ന് പറയാൻ അബ്രാഹത്തിന് സാധിക്കത്തില്ല. He has no beginning. അവന് പാപം ചെയ്ത ആദത്തിന്റെ തുല്യ സ്ഥാനത്ത് നിൽക്കുന്നവനാ. നേരെ മറിച്ച് നീതിമാന്മാർ 3 പേർ ഇപ്പുണ്ട്. നോഹയുണ്ട്, ഈനോക്കുണ്ട്, ആബേലുണ്ട്. അവരുടെ പേരെടുത്തിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിനെ ദൈവം വിളിച്ചു. എന്തിനെന്നറിയാമോ? ആദത്തിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന പാപവും ആ പാപത്തിന്റെ ഫലമായിട്ടുള്ള സർവപാപങ്ങളും അതിന്റെ വെളിച്ചത്തിലുള്ള ദൈവത്തിന്റെ ശാപവും ദൈവത്തിന്റെ ക്രോധവും അതുവഴി ദൈവം മനുഷ്യൻ കണ്ടുപിടിച്ച മതങ്ങളും മനുഷ്യനുള്ള സർവ്വ പ്രശ്നങ്ങളും അവൻ ഒരിക്കലും ദൈവത്തിലേക്ക് തിരിച്ചു വരാതെ നിത്യമായ നാശത്തിലേക്ക് പോകുന്ന
പിശാചിന്റെയും മനുഷ്യന്റെയും പാപത്തിന്റെയും ഒക്കെ അടിമയായ ഈ മനുഷ്യരാശി, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഈ മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. ആ വീണ്ടെടുപ്പിന്റെ ആരംഭം കുറിക്കുന്നതാണ് അബ്രാഹത്തിന്റെ വിളി. Redemption begins with the calling of Abraham, and redemption is fulfilled and perfected and finished in Christ Jesus. അബ്രാഹത്തിന്റെ വിളിയിലൂടെയാണ് ദൈവം പാപത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ആദത്തിന്റെ സന്തതികളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം ആരംഭിക്കുന്ന രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത് അബ്രാഹത്തിന്റെ വിളിയിലൂടെയാണ്. എന്നാൽ ആ അബ്രഹാം ദൈവം വിളിക്കുമ്പോൾ എവിടെയാണ്? അവൻ അവൻ്റെതായ മതത്തിലാണ്. അവൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും തലമുറകളായിട്ട് അന്യദേവന്മാരെ ആരാധിക്കുന്ന ഈ അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. ഹി ഹാസ് നോ ബിഗിനിങ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഒരു സദ്വാർത്തയുണ്ട്. ഇന്ന് നിങ്ങൾ ദൈവസന്നിധി നിൽക്കുമ്പം നിങ്ങൾക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ലായിരിക്കാം. ഒരു പക്ഷേ ഈ വചനങ്ങളൊക്കെ കേട്ടപ്പം ഒരുപാട് പാപത്തിൻ്റെതായ കുറ്റബോധങ്ങളും കഴിഞ്ഞ കാലത്ത് വന്നുപോയിട്ടുള്ള വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും ഒരുപാട് ഇപ്പോൾ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷേ യു ഹാവ് ഗുഡ് ന്യൂസ്. ആ അവസ്ഥയിലായിരുന്നു അബ്രഹാം. അബ്രാഹത്തിനുള്ള വിളിയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഉള്ളത്. നീതിമാന്മാരെ അന്വേഷിച്ചല്ല വന്നിരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ വന്നത് നീതിമാന്മാരെ അന്വേഷിച്ചല്ല, കർത്താവ് വന്നത് പാപികളെ അന്വേഷിച്ച. ഇതാ ഒരു പാപി അബ്രാഹത്തിനെ ദൈവം വിളിക്കുകയാണ്. ആ വിളി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇന്നുണ്ട്, ഈ രാത്രിയിലുണ്ട്. യെസ്, ദാറ്റ് ഗോഡ് ഹു കോൾഡ് എബ്രഹാം ഈസ് കോളിംഗ് യു. അബ്രാഹത്തെ വിളിച്ച ദൈവമാണ് നിങ്ങളെ വിളിക്കുന്നത്. ആദത്തെ വിളിച്ച ദൈവമാണ് നിങ്ങളെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഇത്ര സന്തോഷപൂർവ്വം ഈ അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറയാൻ കാര്യം? നമ്മുടെ ചോദ്യം അതാ. കഴിഞ്ഞ 2 എപ്പിസോഡിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? കേട്ടോളുക. അബ്രാഹത്തിനെ വിളിക്കുമ്പം അബ്രഹാം സുരക്ഷിതന. അബ്രഹാം ഈസ് ഇൻ എ സെക്യൂർ പ്ലേസ്. അവന് നല്ല സുരക്ഷിതത്വമുണ്ട്. അവൻ്റെ കുടുംബക്കാരുണ്ട്, അവൻ്റെ പിതാവും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അവനൊരു രാജ്യമുണ്ട്, മെസപ്പൊട്ടേമിയയില് എല്ലാവരും അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. അവൻ അവിടെ സുഖമാണ്, സമ്പത്തുണ്ട്, എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാ സെക്യൂരിറ്റി ഉണ്ട്. എന്നാൽ ദൈവം തന്നെ അബ്രാഹത്തിന് വെളിപ്പെടുത്തി. എങ്ങനെ വെളിപ്പെടുത്തി, എപ്പോൾ വെളിപ്പെടുത്തി എന്ന് വചനം നമുക്ക് പറയുന്നില്ലെങ്കിലും അബ്രാഹത്തെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം ഉടൻ തന്നെ ആ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തു. വിളി എന്നതായിരുന്നു? ഉൽപ്പത്തിയുടെ 12-ാമത്തെ അധ്യായം. ഉൽപ്പത്തിയുടെ 12-ാമത്തെ അധ്യായത്തില് 1 തൊട്ട് 4 വരെ വായിച്ചാൽ കാണാം. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയ ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. കർത്താവ് വിളിച്ചു, അബ്രഹാം പുറപ്പെട്ടു. വിളി എന്നതാ? നിന്റെ പിതൃഭവനത്തെ, നിന്റെ വീട്ടുകാരെ, നിന്റെ നാട്ടുകാരെ, നിന്റെ ദേശത്തെ, നിന്റെ സമ്പത്തും, നീ ആരാധിക്കുന്ന വിധങ്ങളും, നിന്റെ ആചാരങ്ങളെയും നിന്റെ അനുഷ്ഠാനങ്ങളെയും നിന്റെ പാരമ്പര്യങ്ങളെയും എല്ലാം വിട്ട് ഇറങ്ങി വരിക.
ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോകുക. ഞാൻ കാണിക്കുന്ന ദേശം ഏതാണെന്ന് കാണിച്ചു കൊടുത്തിട്ടില്ല. He has not seen. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം പുറപ്പെട്ടു. എന്തൊരു വിഡ്ഢിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ച, എന്തൊരു വിഡ്ഢിയാണ്, എന്തൊരു വിഡ്ഢിത്തരമാണ്. തന്റെ സുരക്ഷിതത്വം മുഴുവനും, അവന്റെ സെക്യൂരിറ്റി മുഴുവനും അവൻ ഉപേക്ഷിക്കുകയാണ്. മനുഷ്യൻ അവനെ കളിയാക്കുകയാണ്. മനുഷ്യൻ അവനെ വിഡ്ഢിന്ന് വിളിച്ചു കാണും. മനുഷ്യൻ അവനെ തെറി വിളിച്ചു കാണും. അവനെ ഉപേക്ഷിച്ച് കാണും. അവനെ പറയാവുന്ന എല്ലാം പറഞ്ഞു കാണും. He has left. He left his security for something that is insecure. സുരക്ഷിതത്വമുള്ളത് അവൻ ഉപേക്ഷിച്ച് സുരക്ഷിതത്വമില്ലായ്മയിലേക്ക് കടന്നു ചെന്നു. അവന്റെ കണ്ണുകൊണ്ട് കാണാവുന്ന അവന്റെ വീടും നാടും കൂടും അവന്റെ വീട്ടുകാരും നാട്ടുകാരും സ്നേഹിതന്മാരും എല്ലാം തികഞ്ഞ സമ്പത്തും എല്ലാം കണ്ണുകൊണ്ട് കാണാവുന്നത് അവൻ ഉപേക്ഷിച്ചിട്ട് കാണാത്ത ഒരു വാഗ്ദാനം എവിടെയോ ഉണ്ടെന്ന് വിചാരിച്ചു പോവുക. He left the seen for the unseen. അബ്രഹാത്തിന്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനം നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടില്ലെങ്കിലും അബ്രഹാം ന്യൂ ഹൂ ഈസ് കോളിംഗ് യു. അബ്രഹാത്തിന് അറിയാം അവനെ വിളിച്ചതാരാണ്. മനുഷ്യരെന്തും പറഞ്ഞോട്ടെ, മനുഷ്യരെന്തും പറഞ്ഞോട്ടെ. മനുഷ്യർ പറഞ്ഞാണ് നീ ഈ പോക്ക് പോയാൽ നിനക്ക് എന്തു സംഭവിക്കും, നീ ഇങ്ങനെയൊക്കെ പോയാ നിന്റെ കാര്യമൊക്കെ എങ്ങനെ നടക്കും. നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയാ നിങ്ങളുടെ മക്കളെ എങ്ങനെ കെട്ടിക്കും, നിന്നെ എവിടെ അടക്കും, നിന്നെ ആരടക്കും, നിന്നെ ആര് കെട്ടും. വചനം പറയുന്നു അബ്രാഹത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടണമെങ്കിൽ അബ്രാഹത്തിന്റെ വിശ്വാസമുള്ളവരെയാണ് ദൈവം അബ്രാഹത്തിന്റെ മക്കളെന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചതാരാണെന്ന് എനിക്കറിയാം. ഐ നോ ഹു ഹാസ് കോൾഡ് മീ, ഐ നോ ഇൻ ഹൂം ഐ ഹാവ് പ്ലേസ്ഡ് മൈ ട്രസ്റ്റ്. വചനം താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചതാരാണെന്ന് എനിക്കറിയാം. ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചതെന്ന് എനിക്കറിയാം. മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അത് മനുഷ്യന്റെ പൈശാചികമായ ബുദ്ധി കൊണ്ട്, അവന് ദൈവത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട്, വിശ്വാസമുണ്ടെന്ന് അവൻ പറയുന്നു, പക്ഷെ ദൈവം അംഗീകരിക്കാത്ത ഒരു വിശ്വാസം, ദൈവത്തിൽ ആശ്രയിക്കാത്ത ഒരു വിശ്വാസം. അവന്റെ വിശ്വാസം കണ്ണുകൊണ്ട് കാണുന്ന ഈ ഭൗതികമായ ഈ വസ്തുക്കളാണ്, കുറെ സമ്പത്താണ്, കുറെ മനുഷ്യരുടെ അംഗീകാരമാണ്, മനുഷ്യരുടെ സന്തോഷമാണ്, മനുഷ്യരുടെ സ്നേഹമാണ്, സമൂഹത്തിലെ അറിയപ്പെടുന്ന സ്ഥാനമാനങ്ങളാണ്. അതിനെ മുറുകെ പിടിക്കുന്നവൻ ഈ ചോദ്യങ്ങൾ ചോദിക്കും. അബ്രാഹത്തിന്റെ വിശ്വാസമുള്ളവൻ അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് വിളിച്ചതാരാണ്. ഐ നോ ഹൂ ഹാസ് കോൾഡ് മീ, ഐ നോ ഇൻ ഹൂം ഐ ഹാവ് പ്ലേസ്ഡ് മൈ ട്രസ്റ്റ്. എന്നെ വിളിച്ചവനാരാണ്, ഞാൻ ആരിലാണ് എന്റെ ആശ്രയം അർപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് അബ്രഹാം കാണപ്പെടാത്ത ഒരു സംഗതി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കാണപ്പെടുന്നതിനെ ഉപേക്ഷിച്ചു. അവന് നല്ല സുരക്ഷിതം കിട്ടുന്ന അവൻ്റെതായ ഭൂമിയിലുള്ള സമ്പത്തും മനുഷ്യന്റെ അംഗീകാരവും മനുഷ്യരുടെ സ്നേഹവും പിതാക്കന്മാരുടെ പാരമ്പര്യം എല്ലാം ഉപേക്ഷിച്ചിട്ട് he walked out. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഞാൻ അബ്രാഹത്തിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോവിന്റെ ദൈവമാണ്. ഗോഡ് ഈസ് പ്രൗഡ്. ദൈവത്തിന് അഭിമാനമാണ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാണെന്ന് പറയാനായിട്ട്. നോഹയുടെ ദൈവമാണെന്നോ ആബേലിന്റെ ദൈവമാണെന്നോ ഈനോക്കിന്റെ ദൈവമാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ ദൈവത്തെ പ്രസാദിപ്പിച്ചാരാ. ഈ മനുഷ്യൻ പ്രസാദിപ്പിച്ചിട്ടില്ല. അവൻ അന്യദേവന്മാരെ ആരാധിക്കുന്നു. ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്നാൽ അവനെല്ലാം വിട്ടു. ഈ ലെഫ്റ്റ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വീണ്ടെടുപ്പ് ആരംഭിക്കുന്ന അബ്രാഹത്തിലൂടെയാണ്. അത് നിങ്ങൾക്കൊരു സന്ദേശമുണ്ട്. ദൈവം എന്നെ നിങ്ങളെയും വീണ്ടെടുക്കണമെങ്കിൽ ഒരു വിളിയുണ്ട്. വിളി വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പോഴും ആ വിളിയുണ്ട്. എൻ്റെ വായിലൂടെ ദൈവം നിങ്ങളെ വിളിക്കുക. പക്ഷെ ആ വിളിക്ക്
പ്രത്യുത്തരം നൽകുന്നത് ഒരു വിടുതലുണ്ട്, ഒരു ലീവിങ് ഉണ്ട്. യു ഹാവ് ടു ലീവ്. അത് അബ്രാഹാം പഴയ നിയമത്തിലായതുകൊണ്ട് ബാഹ്യമായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു വിട്ടുപോക്കലല്ല. നമ്മൾ ഇന്ന് പുതിയ നിയമത്തിലാണ്. യു ഹാവ് ടു സീ എവറിത്തിങ് ഇൻ ദ സ്പിരിച്വൽ. ആത്മീയമായിട്ടൊന്ന് കാണണം. ദൈവം പറയുന്നത് നിന്റെ ഹൃദയം എനിക്ക് നിന്റെ സ്നേഹമാണ് വേണം എന്ന് പറഞ്ഞത്. നിന്റെ ബലിയല്ല, നിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടതെന്ന് ദൈവം പറഞ്ഞു. അപ്പം നിന്റെ ഹൃദയത്തിൽ നീ ആശ്രയിക്കുന്ന, നീ താലോലിക്കുന്ന നിന്റേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അത് മുറുകെ പിടിച്ചെങ്കിലേ മനുഷ്യൻ നിന്നെ അംഗീകരിക്കത്തുള്ളൂ, കുടുംബക്കാർ നിന്നെ സ്നേഹിക്കത്തുള്ളൂ. നിന്റെ ഹൃദയത്തിൽ നിന്റെ സ്നേഹം അതിനോടാണോ ദൈവത്തോടാണോ എന്ന് നീ ഒന്ന് തെളിയിക്കണം. നിന്റെ ഹൃദയത്തിലൊന്ന് വിടണം. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് മാനസാന്തരവും വിശുദ്ധീകരണവുമായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ കാണിച്ചു തന്നായിരുന്നു. മാനസാന്തരം എപ്പിസ്ട്രഫീൻ, മെറ്റനോയ. ഒന്ന്, ഹൃദയത്തിൽ നടക്കുന്ന ഒരു മാറ്റം. ഹൃദയത്തിൽ നടക്കുന്ന ഒരു മാറ്റം ബാഹ്യമായി കാണിക്കണം. അതാണ് മാനസാന്തരം. അപ്പം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇന്നതിന്നതിനോടൊക്കെ ഞാൻ വിട പറയുന്നു എന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ പ്രായോഗിക തലത്തിലാണ്. സോ ഐ ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ. അതാണ് വചനം ആക്ഷനിൽ വരുന്നില്ലെങ്കിൽ അത് അനുസരണമാകുന്നില്ല, അത് വിശ്വാസമാകുന്നില്ല. ഈ ഒരു കാരണത്താലാണ് അബ്രാഹത്തിന്റെ പേരെടുത്ത് ദൈവം പറയുന്നത്. അബ്രാഹത്തെക്കുറിച്ച് ദൈവം പറയുന്നത് എൻ്റെ സ്നേഹിതൻ എന്നാണ് പറയുന്നത്. അബ്രാഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ നേരത്ത് അതൊരു ദൈവിക രഹസ്യമാണ്. ദൈവം ആരോടും പറയേണ്ട ആവശ്യമില്ല ഞാൻ സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോവുകയാണ്. പക്ഷെ ദൈവം പറഞ്ഞു, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൽ നിന്നും ഞാനിത് മറച്ചു വെക്കുമോ? ഇല്ല. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അവൻ്റെ സ്നേഹിതനെ അറിയിച്ചു. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് ഉറപ്പോടെ പറയാം, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ യേശുവിന് വേണ്ടി മാത്രം ജീവിച്ചാൽ ചില കാര്യങ്ങൾ ദൈവം മുൻകൂട്ടി അറിയിച്ചിരിക്കും. അങ്ങനെ അറിയാൻ കൃപ ലഭിച്ചവനാണ് ഞാൻ. അനേകരുണ്ടായിരിക്കും അതുപോലെ. കാരണം ദൈവത്തിൻ്റെ വചനമാണ്. വെൻ യു ടേക്ക് എ ഡിസിഷൻ, നിന്റെ ജീവിതത്തിൽ ഇന്നത് നടക്കുന്നതിന് മുമ്പേ നിന്നെ ദൈവം അറിയിച്ചിരിക്കും. നിന്നെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. അതിനുള്ള വചനങ്ങളുമുണ്ട്. അത് അനുഭവിച്ചവനാണ് ഞാൻ. അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അബ്രാഹത്തിന് മനസ്സിലായി ലോത്ത് അവിടെ ഉണ്ട്. അതുകൊണ്ട് ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി അബ്രഹാം അവിടെ യാചിക്കുകയാണ്. ആ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി മാലാഖമാരെ സ്വർഗ്ഗത്തിൽ നിന്ന് അയച്ച് അവനെ കൈപിടിച്ച് വലിച്ച് പുറത്തേക്ക് ചാടിച്ചത്. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് പ്രകടമാക്കാൻ പറ്റുമോ? മോശയെ വിളിച്ചു. അടുത്തയാൾ മോശയാണ്. മോശയെ വിളിച്ചപ്പോൾ മോശ എവിടെയായിരുന്നു? പ്രിയപ്പെട്ടവരെ, മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പം ആദ്യമായിട്ടൊരു സംഗതി പഠിക്കാനുണ്ട്. മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ നേരത്തെ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. മോശ ജനിക്കുന്ന സമയത്ത് ഈജിപ്തിലെ ഫെറോ ഒരു കൽപ്പന കൊടുത്തിരുന്നു. ഹെബ്രായർക്കാർക്ക് ജനിക്കുന്ന സർവ്വ ആൺകുട്ടികളെയും കൊന്നുകളയണം, പെണ്ണുങ്ങൾ മാത്രം മതി, ആൺകുട്ടികളെല്ലാം വധിക്കാൻ പറഞ്ഞതാണ്. ദൈവത്തിന് മോശയെക്കുറിച്ചൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് ദൈവം അത്ഭുതകരമായിട്ട് മോശയെ രക്ഷിച്ചു. അതെല്ലാം വചനത്തിലുണ്ട്. അവനെ ആര് കൊല്ലാൻ തീരുമാനിച്ചോ ആ ഫെറോയുടെ കൊട്ടാരത്തില് ആ ഫെറോയുടെ മകൾ ഇവനെ ആ വെള്ളത്തിൽ നിന്നും എടുത്ത് അവളുടെ മകനായിട്ട്, ഫെറോയുടെ മകനായിട്ട് അവൻ
ആര് അവനെ കൊല്ലാൻ തീരുമാനിച്ചോ അവന്റെ കൊട്ടാരത്തിൽ, ആ കൊട്ടാരത്തിലെ സർവ്വ സുഖങ്ങളും അനുഭവിച്ച് അവിടുത്തെ എല്ലാ വിദ്യാഭ്യാസവും നടത്തി അടുത്ത ഫേറോയാകത്തക്കവണ്ണം അവൻ രാജകീയമായ വിധത്തിൽ ജീവിച്ചവനാണ്. അടിമകളായിട്ട് ജീവിക്കേണ്ടവരുടെ കൂട്ടത്തിൽ ജീവിക്കേണ്ടവൻ. അവന്റെ സഹോദരങ്ങളെല്ലാം അടിമകളാണ്. ചാട്ടവാറിന്റെ അടി കൊണ്ട് കഠിനമായ അധ്വാനിച്ച് ഭാരമുള്ള കല്ലുകൾ ചുമന്ന് എല്ലാ ദിവസവും അടിമപ്പണി ചെയ്ത ആ ജനത്തിൽപ്പെട്ടവൻ, അവനെ ദൈവം കൊല്ലാതെ രക്ഷിക്കുക മാത്രമല്ല, അവനെ കൊല്ലാൻ പോയവന്റെ കൊട്ടാരത്തിൽ രാജകീയമായ വിധത്തിൽ ജീവിച്ചവനാണ്. എന്നാൽ മോശയ്ക്ക് ഒരു അരുളപ്പാടുണ്ടായി. ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു. നീ ആ കാണുന്ന അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്, നീ ഇവിടെ പെടുന്നതല്ല. ആ വെളിപാട് എപ്പം മോശയ്ക്ക് കിട്ടിയോ അവൻ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു.